ജിൻഡോയെക്കുറിച്ച് നമ്മുടെ ഗബ്രി പറഞ്ഞത് സത്യമായി വരികയാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ അഭിഷേക് ജയദീപ് ഒരു പരാമർശമായി എത്തിയിരിക്കുകയാണ് ജിൻഡോയ്ക്കെതിരെ. ഇത് നമ്മുടെ സായി ചോദ്യം ചെയ്യുവാണ്. അതായത് ഇന്ന് ഉറങ്ങി കിടന്നപ്പോൾ നമ്മുടെ അഭിഷേക് ജയദീപിൻ്റെ തൊടയിൽ നമ്മുടെ ജിൻഡോ പിടിച്ചെന്നാണ് പറയുന്നത്. അറിയാമല്ലോ, അഭിഷേക് ജയദീപ് ഒരു ഗേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കത് ഡിസ്കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അഭിഷേക് ജയദീപ് നമ്മുടെ നോറയോടും അതുപോലെ നമ്മുടെ നന്ദന സായി ഇവരോടൊക്കെ പോയി പരാതി പറയുകയാണ് കേട്ടോ. അതായത് അവരിത്ര ഒരു ടീമാണല്ലോ. അപ്പോൾ ആ ഒരു ടീമിനോട് ചെന്ന് പരാതി പറയുകയാണ്. അപ്പോൾ നമ്മുടെ സായും നന്ദനയും നോറയും കൂടെ ചോദ്യം ചെയ്യുവാണ് നമ്മുടെ ജിൻഡോയെ. ജിൻഡോ പക്ഷേ പറയുന്ന കാര്യം, ജിൻഡോ അറിയാതെ ഉറക്കത്തിലായിരുന്നു പിടിച്ചത്. ഒരു പ്രാവശ്യം പിടിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു, ഞാൻ ഉണർന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉരുണ്ട് കളിക്കുകയാണ്. അപ്പം മനഃപൂർവ്വം തന്നെ ജിൻഡോ ചെയ്തൊരു കാര്യമാണ്. ഒന്നെങ്കിൽ ജയദീപ് ഇങ്ങനെ ഒരു ഗേയാന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാനായിരിക്കാം, ആ ഒരു വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയൊരു ഗെയിം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ചികിത്സ കിട്ടേണ്ട അസുഖം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ എന്തായാലും ബി ഹൗസിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. ബാക്കിയുള്ള എല്ലാവർക്കും ഡേഞ്ചറാണ്. അപ്പം ഇത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ, ജിൻഡോ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇത് ചോദ്യം ചെയ്ത് തന്നെ വേണം. മാത്രമല്ല, ജിൻഡോ ഇതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ മറ്റൊരു കാര്യമാണെങ്കിൽ അതിനേക്കാൾ ചീപ്പായിട്ടുള്ളൊരു കാര്യം. ചീപ്പ് എന്ന് പറഞ്ഞാൽ വെരി ചീപ്പ്. അതായത് നമ്മുടെ അഭിഷേക് ജയദീപും നന്ദനയും കയ്യിൽ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് കിടന്നു, ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ഇരുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. അവർ തമ്മിൽ പിടിച്ചെങ്കിൽ അത് അവരിഷ്ടം. അതിൽ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ കാണുന്നൊരു വ്യക്തിക്ക് പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമില്ല. മാത്രമല്ല, അവർ ആരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ പ്രവൃത്തിയല്ല ചെയ്തത് അല്ലേ. അവർ തമ്മിൽ ഒരു കയ്യിൽ പിടിച്ചെന്ന് പറഞ്ഞ് എന്താണ് ഇപ്പോൾ തെറ്റ് പറ്റാൻ പോകുന്നത്? അതിന് ഉറങ്ങി കിടക്കുന്ന ഒരാളുടെ തൊടയിൽ പിടിക്കുന്നതാണോ ന്യായീകരണം പറയുന്നത്? ഉറങ്ങി കിടക്കുന്ന ഒരാളുടെ തൊടയിൽ പിടിക്കുന്നത് ചികിത്സ കിട്ടേണ്ട ഒരു അസുഖം തന്നെയാണ്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, അടുത്ത ആൾ കിടക്കുന്ന പ്രശ്നമാണെങ്കിൽ ഒറ്റയ്ക്ക് മാറി കിടക്കണം അല്ലേ, അതാണ് ശരി. ഇതിപ്പം ഒരാൾ പിടിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേറെ പല കാര്യങ്ങളും പറയുന്നത് വളരെ ചീപ്പായിട്ട് തോന്നി, വെറും ചീപ്പ് കാര്യം. അപ്പോൾ ഇതിന് മുന്നേ മറ്റുള്ളവർ പറഞ്ഞതെല്ലാം ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്കൊക്കെ തോന്നി അവരൊക്കെ ഗെയിം കളിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കുന്നു. ശരട് തന്നെ 2 ദിവസം മുന്നേയും പറഞ്ഞിരുന്നു ഈ ഒരു വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ ജിൻഡോയുടെ നോട്ടം ശരിയല്ല, തൊടുന്ന രീതി ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം ഇവരൊക്കെ മുന്നേ ജിമ്മിൽ പോയിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഇവർ പറയുന്നത്. പക്ഷേ അന്നൊക്കെ നമ്മൾ ഗെയിം, ഇത് ബി ഹൗസ് ആണല്ലോ, എല്ലാം ഗെയിമാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് എടുത്തത്. പക്ഷേ ഇതൊരിക്കലും ഗെയിമല്ല. ജിൻഡോയ്ക്കെതിരെ ശക്തമായ നടപടി വേണം. കാര്യം എനിക്കൊരിക്കലും തോന്നുന്നില്ല നമ്മുടെ അഭിഷേക് ജയദീപ് ഒരു കള്ളം പറഞ്ഞാണെന്ന്. കാര്യം ജിൻഡോ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിന് പല ന്യായീകരണങ്ങളും പറഞ്ഞു. മാത്രമല്ല, അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞ ആൾ ഗേ ആണെങ്കിൽ പോലും അദ്ദേഹം ഇങ്ങനെ ആൾ ദേഹത്ത് തൊടുന്നതിനും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ഒരാളല്ല. കാര്യം ജിൻഡോയും നമ്മുടെ ഗബ്രിയും തമ്മിലൊരു ടാസ്കിൽ ദേഹത്ത് തൊടുന്നതിനെ കുറിച്ചുള്ള ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഗബ്രിക്കെതിരെ സംസാരിച്ച ആളാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞ് ഗെയിം ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. എന്തായാലും കണ്ടു തന്നെ അറിഞ്ഞ് എന്താ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.